നമസ്കാരം. ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തീരുമാനിച്ചതിന് എതിരെയും അദ്ദേഹത്തിൻ്റെ ശാരീരിക അവശതകൾ ചൂണ്ടിക്കാട്ടിയും CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കീഴിലുള്ള അഭിഭാഷക ബ്രാഞ്ച് അംഗവും പഴയ തോമസ് ഐസക്കിൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള ഗോപകുമാർ മുകുന്ദൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിൻ്റെ ഓഫീസിൽ നിർണായക ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് ഗോപകുമാർ. വയ്യാരത്ത് ശങ്കരൻ അവാർഡ് ദാന ചടങ്ങിൽ പ്രസംഗിക്കുവാനെത്തിയ പിണറായി വിജയൻ വേദിയിലെ ഇടുങ്ങിയ പോഡിയത്തിൻ്റെ പ്രയാസങ്ങൾ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ഗോപകുമാറിൻ്റെ പരസ്യ പ്രതികരണം. താൻ പിണറായി വിജയൻ ഒരു യോഗത്തിൽ പ്രസംഗിക്കുവാൻ വരുന്ന ദൃശ്യങ്ങൾ കണ്ടുവെന്നും ഇടുങ്ങിയ പോഡിയത്തിൻ്റെ പ്രയാസം പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വാസ്തവമാണെന്നും ഗോപകുമാർ പറയുന്നു. ഒരടി പിന്നോട്ട് വെച്ചാൽ വീഴുമെന്ന അവസ്ഥയാണ്. ഈ സ്ഥിതി ഒഴിവാക്കി സഖാവ് പിണറായി വിജയൻ വിശ്രമിക്കുകയല്ലേ വേണ്ടതെന്നും നമ്മുടെ കാലശേഷവും ഇടതുപക്ഷം വേണമല്ലോ എന്നും ചോദിച്ചു അദ്ദേഹം. വിശ്രമിക്കൂ പ്രിയ സഖാവെ എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഈ പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ഇടതുപക്ഷ അനുഭാവികളും പാർട്ടി പ്രവർത്തകരും കമൻറ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം പിണറായിയുടെ ചങ്കൂറ്റത്തെയും നിശ്ചയദാർഢ്യത്തെയും കുറിച്ച് ഊറ്റം കൊണ്ടിരുന്നവർ ഇപ്പോൾ പരാജയത്തിൻ്റെ പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നുവെങ്കിൽ അടുത്ത 5 വർഷവും ഇവർ വാഴ്ത്ത് പാട്ടുകാർ ആയേനെ എന്നും ചിലർ വിമർശിക്കുന്നു. VS അച്യുതാനന്ദൻ എത്രാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയായതെന്ന് ഓർക്കണമെന്നും പിണറായിക്ക് എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPM സംസ്ഥാന കമ്മിറ്റിക്കാണെന്നും വാദിക്കുന്നവരുണ്ട്. പാർട്ടി പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ പരസ്യ പ്രതികരണങ്ങളിലൂടെ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് ഇല്ലെന്നാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ വാദം. അതേസമയം മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ് നിലവിൽ PB അംഗം എന്ന സംഘടനാ പദവിയിൽ മാത്രം നിൽക്കുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ചടങ്ങിലെ കാര്യങ്ങളും ഈ പോസ്റ്റിന് ആധാരമാണ്. വയ്യാരത്ത് ശങ്കരൻ ഫൗണ്ടേഷൻ്റെയും സ്മാരക ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ IMA ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പുരസ്കാരം സമ്മാനിക്കാൻ എത്തിയപ്പോഴായിരുന്നു വേദിയിലെ അസൗകര്യങ്ങൾക്കെതിരെ ഒട്ടും ക്ഷുഭിതനാകാതെ പിണറായി വിജയൻ പൂജയെപ്പോലെ പ്രതികരിച്ചത്. ഡയസിന് മുന്നിൽ കയറി നിൽക്കാൻ ഒരിക്കൽ സ്ഥിരം സ്റ്റെപ്പിൽ കയറാൻ അദ്ദേഹം പ്രയാസപ്പെട്ടിരുന്നു. ഇവിടെ നിൽക്കാൻ കുറേ പ്രയാസമുണ്ടെന്നും ഇതൊരു കൂട് പോലെയാണെന്നും അടിയിലെ സ്റ്റെപ്പ് വളരെ നേരിയതായതിനാൽ ഒരു കാൽ പിന്നോട്ട് വെച്ചാൽ ആൾ താഴെ വീഴുമെന്നും അദ്ദേഹം സൗമ്യവദനായി പറഞ്ഞു. ഏതായാലും വിശദമായി സംസാരിക്കേണ്ടതില്ലാത്തതിനാൽ മറ്റു വിഷമമില്ലെന്നും കൂടെ അദ്ദേഹം പരിപാടി നടക്കുമ്പോൾ പറഞ്ഞു കൂട്ടി. ഈ കൂട്ടിലേക്ക് ഇനി ആളെ കയറാതിരിക്കാൻ സംഘാടകർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നും കൂടെ അദ്ദേഹം ഉപദേശ രൂപേണ വളരെ സൗമ്യമായി വ്യക്തമാക്കി. പണ്ടത്തെ കാര്യമാണെങ്കിലോ കാര്യമെന്തായാലും P കൃഷ്ണപിള്ളയും സുന്ദരയെയും EMSുമൊക്കെ കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒട്ടും യോജിച്ച ആളല്ല പിണറായി വിജയൻ. ഇക്കാര്യം ഇതേ ചാനലിൽ പറയുമ്പോഴൊക്കെ പിണറായിയുടെ കുഴലൂത്തുകാരായ അന്തം കമ്മികൾ വന്ന് കൂട്ടമായി ഓരിയിടുന്നത് കാണാമായിരുന്നു. ഇക്കൂട്ടർ ഒരു കാര്യം ഓർക്കുക, കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കൂടിയേ തീരൂ എന്ന കാരണത്താലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒട്ടും യോഗ്യനല്ലാത്ത പിണറായി വിജയനെ അക്കാലത്തൊക്കെ ഞങ്ങൾ വിമർശിച്ചത്. VSനെയും EMSനെയും ആരും വിമർശിക്കുന്നില്ലല്ലോ. ഇതൊന്നും അന്തം കമ്മികളുടെ തലയിൽ കയറുന്ന കാര്യമല്ല. തൊഴിലാളിയെ മറന്ന് പൗരപ്രമുഖരുടെ പുറകെ പോയപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഈ പോക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആപത്താണെന്ന്, അന്ത്യം കുറിക്കുമെന്ന്. യഥാർത്ഥത്തിൽ നല്ലവരായ ഇടതുപക്ഷ MLAമാർ കൂട്ടത്തോടെ തോറ്റത് പിണറായി എന്ന ഒറ്റ മനുഷ്യനോടുള്ള കടുത്ത വിരോധം കാരണമാണ്. ആര്യ രാജേന്ദ്രൻ ഇതേപോലുള്ള ഒരു കക്ഷിയാണ്. പെങ്കൊച്ച് കുരുന്ന് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണ തൊഴിലാളികൾ ചുമലിലേറ്റിയപ്പോൾ താനാണ് ലോകമെന്ന് ആ പാവം തെറ്റീകരിച്ചു. ശ്രീമാൻ ശിവൻകുട്ടിയോടൊപ്പം ഒരു ദിവസം തുറന്ന ജീപ്പിൽ വോട്ട് പിടിക്കാൻ കയറിയപ്പോഴേ 1000-ലധികം വോട്ട് കിട്ടാതെ പോയി. അന്ന് ഈ കമ്മിക്കുഞ്ഞ് ജീപ്പിൽ കയറിയില്ലായിരുന്നു എങ്കിൽ പാപം ശിവൻകുട്ടി ജയിച്ചു പോയേനെ. ഇതാണ് CPMൻ്റെ ഇന്നത്തെ സ്ഥിതി. ഈ മൂലയിലിരിപ്പ്
അവർക്ക് നേരിടേണ്ടി വന്നതിൽ അവരെ അന്ന് നേരാൻ വഴി വിമർശിച്ചവർക്ക് ഇന്ന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യെന്ന് കൂടെ ഓർക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഷയും ശൈലിയും പ്രയോഗ രീതികളും ജനങ്ങളെ വെറുപ്പിച്ചു. പിണറായിക്കും എം.വി. ഗോവിന്ദനുമെതിരായി ശക്തമായ വികാരമാണ് കേരളത്തിൽ പ്രതിഫലിച്ചത്. കണ്ണൂരിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടിക്കേറ്റ പരാജയം അപമാനകരമാണ്. സമരങ്ങളിൽ നിന്ന് മാറി നിന്ന് വികസനം മാത്രം മതി എന്ന് തീരുമാനിച്ചതിൻ്റെ ഫലമാണ് ഈ പരാജയങ്ങളൊക്കെ. 6 ജില്ലകളിൽ പാർട്ടിക്ക് ഒരു സീറ്റ് പോലുമില്ല. നേതൃത്വം ഇതിന് മറുപടി പറയണമെന്നും ആവശ്യമുയർന്നു. അത് CPM-നകത്താണ്. പരാജയത്തെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ ചോദ്യാവലിയിലെ നിഗമനങ്ങളോട് സെക്രട്ടേറിയറ്റിലെ പലരും വിയോജിച്ചു. ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റുവെന്നതിന് നേതൃത്വം മറുപടി പറയണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് CPM-നുള്ളിൽ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ്റെ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മുന്നണിക്ക് പാർട്ടിക്കും തിരിച്ചടി ഉണ്ടായിട്ടും അത് മുന്നിൽ കണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിരോധിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്നാണ് പൂർണ്ണമായും അംഗങ്ങൾ വിമർശിച്ചത്. പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിൽ പാർട്ടിക്ക് ഒരു വിധം പിടിച്ചു നിന്നപ്പോൾ പാർട്ടിയുടെ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊല്ലത്ത് വൻ തകർച്ചയുണ്ടായി. ഇത് ജില്ലാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടും സംഘടനാ വീഴ്ചയുമാണ്. ഇത് അംഗങ്ങൾ പറയുന്ന കാര്യമാണ്, നമ്മൾ പറയുന്ന കാര്യമല്ല. 2011 11 സീറ്റിൽ ജയിച്ച മുന്നണിക്കാണ് ഇക്കൊരു 2 സീറ്റിലേക്ക് അവിടെ ഒതുങ്ങേണ്ടി വന്നത്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി പാർട്ടി വിട്ടുപോയി. എന്നിട്ടും KN ബാലഗോപാൽ ജയിച്ചത് നേരിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. എങ്കിലും ഐഷ പോറ്റിയെ തോൽപ്പിക്കാനായത് ഒരു രാഷ്ട്രീയ നേട്ടമാണ്, പറയാതിരുന്നുകൂടാ. പല മണ്ഡലങ്ങളിലും പാർട്ടി നേതൃത്വം വേണ്ട വിധം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വിമർശനമുണ്ട്. ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ജാഗ്രതാ കുറവുണ്ടായി. ജില്ലാ സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും ഇനിയും ശക്തിയോടെ തിരിച്ചു വരുമെന്ന പിണറായി വിജയൻ്റെ അണികളെ പിടിച്ചു നിർത്തുവാനുള്ള പ്രഖ്യാപനം സ്വർഗത്തിൽ നിന്നും നരകത്തിലേക്ക് നിപതിച്ച സാത്താൻ്റെ വചനമായേ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്നവർക്ക് കണക്കാക്കാൻ കഴിയൂ.